അൽഹംദുലില്ലാഹി الذي وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أما بعد. പ്രിയമുള്ളവർ, ഇവിടെ ഉസ്താദന്മാരൊക്കെ പറഞ്ഞു നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങളെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ പ്രാപ്തമാവുക എന്നതാണ് ഇതുപോലുള്ള വേദികളുടെ ഏറ്റവും അവസാനത്തെ പരിണിതി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ചെറിയൊരു കഥയുണ്ട്. ഒരു ഉസ്താദിൻ്റെ അടുക്കൽ കുറേ ശിഷ്യന്മാർ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ 2 പേർക്ക് ഒരാഗ്രഹം, പുക വലിക്കണം എന്നത്. അപ്പോൾ 2 പേരും രാവിലത്തെ വാക്കിംഗ് മെഡിറ്റേഷൻ സമയമാണ്. വാക്കിംഗ് മെഡിറ്റേഷൻ. അപ്പോൾ രാവിലെ നടക്കുക, മെഡിറ്റേഷനിലൂടെ നടക്കുക, അതാണ് രീതി. അപ്പോൾ ഒരാൾ വന്നിട്ട് ആ ഉസ്താദിനോട് ചോദിച്ചു, നടക്കുമ്പോൾ പുക വലിക്കുന്നതിന് കുഴപ്പമുണ്ടോ ഉസ്താദെ ചോദിച്ചു. സമ്മതിക്കുമോ? ഇല്ല. മറ്റേ ആൾ ചോദിച്ചു, പുക വലിക്കുമ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സമ്മതിച്ചു. പുക വലിക്കുമ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ, നടക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ തൻ്റെ മനസ്സിലുള്ള ആശയം ഏത് രീതിയിൽ പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ് മുൻവശത്തുള്ള ആളുകൾക്ക് കൂടുതൽ മനസ്സിലാവുകയും ആശയങ്ങളെ നമ്മുടെ രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യുക എന്നത് എന്താണ്? അത് നമ്മുടെ കഴിവാണ്. നേരത്തെ സാറ് പറഞ്ഞു ക്രിയേറ്റിവിറ്റിയെക്കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അത് നമ്മൾ ഇതുപോലുള്ള മത്സരങ്ങളിലൂടെയാണ് നേടിയെടുക്കുക. മത്സരം ഉണ്ടാകുമ്പോഴാണ് അതിൽ വിജയിക്കാനുള്ള ഒരു ത്വര ഉണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയും ഓട്ടമത്സരം നടത്തിയ സംഭവമൊക്കെ നമുക്കറിയാം. ഒരിക്കൽ നബി തന്നെ ജയിക്കുകയും പിന്നീട് ഒരിക്കൽ ഓടിയപ്പോൾ നബി സ്ലോ ആയി ഓടിയിട്ട് ആയിഷാ ബീവിയെ ജയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എപ്പോഴും തോറ്റു കഴിഞ്ഞാൽ മനസ്സിലൊരു വിഷമം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ആയിഷാ ബീവി ഇടയ്ക്ക് ജയിപ്പിച്ചു. അപ്പോൾ ആയിഷാ ബീവി പറയുകയും ചെയ്തു റളിയല്ലാഹു അൻഹ, അന്ന് എനിക്ക് തടി കൂടുതലായിരുന്നു, ഇപ്പോൾ എനിക്ക് തടി കുറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു കാരണം പറഞ്ഞാണ്. അപ്പോൾ മത്സരം ഉണ്ടാകുന്നത് എപ്പോഴും അത് ആരോഗ്യകരമാണ്. വിജയിക്കാൻ അല്ലെങ്കിൽ സമൂഹത്തിൽ കൂടുതൽ ഒന്നാമനാകാനുള്ള ആഗ്രഹം ജനിക്കുകയും ചെയ്യും. എന്തായാലും കൂടുതൽ പറയുന്നില്ല. ഇവിടെ കഥ പറയുന്നതിൽ നോക്കുന്നത് ഒന്ന് ഭാഷാശുദ്ധി നോക്കും, സാഹിത്യമേന്മ, ജ്ഞാനബോധം എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അതിൻ്റെ അവതരണത്തിൻ്റെ രീതി, അങ്ങനെ ശബ്ദ നിയന്ത്രണത്തിലൂടെയൊക്കെ കഥ പറയുമ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇൻട്രസ്റ്റും താല്പര്യം ഉണ്ടാകുന്ന രീതിയിൽ കഥ പറയാം. കഥ പണ്ട് ഒരു രാജാവുണ്ടായിരുന്നു, രാജാവിന് 3 മക്കളുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുന്നത്. അത് പറയുമ്പോൾ ഒരു ആക്ഷനും കേൾക്കാനുള്ള ഇമ്പവും അവതരണ ശൈലിയിലെ വ്യതിയാനവും ഒക്കെ ഉണ്ടാകുമ്പോൾ സൗണ്ട് മോഡുലേഷനൊക്കെ വരുമ്പോൾ കൂടുതൽ ശ്രദ്ധ ഉണ്ടാകും. അത് ശ്രദ്ധിക്കുക. അതുപോലെ വന്ന് നിൽക്കുന്ന ആളുടെ പ്രസൻറ്റേഷൻ എപ്രകാരമാണെന്ന് നോക്കും, വേഷഭൂഷാദികൾ നോക്കും. ഇത്രയാണ് കഥയുടെ കാര്യത്തിൽ. പിന്നെ ഖിറാഅത്തിൻ്റെ കാര്യത്തിൽ ഉച്ചാരണ ശുദ്ധി, മഖ്റജ്, പിന്നെ തജ്വീദിൻ്റെ കുറേ നിയമങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് നോക്കും. അതിൻ്റെ രാഗാത്മകത, ഒഴുക്ക് എങ്ങനെ രീതിയിൽ ഓതുന്നുണ്ടോ, ശബ്ദവും ശൈലിയും നോക്കും. ഇതൊക്കെയാണ് ഖിറാഅത്തിന് നോക്കുന്നത്. പിന്നെ പ്രസംഗത്തിൽ ഭാഷാശുദ്ധി നോക്കും, അവതരണ രീതി നോക്കും, ഭാവവും അംഗവിക്ഷേപങ്ങളും ഒക്കെ നോക്കും. അത് പിന്നെ വ്യക്തിത്വവും നോക്കും. ഇത്രയും കാര്യങ്ങൾ, 4 കാര്യങ്ങളാണ് അതിന് നോക്കുന്നത്. ബാങ്ക് വിളിക്കുന്നതിൽ ഉച്ചാരണശുദ്ധി, അതിലെ തജ്വീദ് നിയമങ്ങൾ, അവതരണ ഭംഗി, ആരോഹണ അവരോഹണ ക്രമങ്ങൾ, ശബ്ദം ഉയർത്തുകയും താഴ്ത്തുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ, അതൊക്കെ നോക്കും. പിന്നെ ഇതൊക്കെയാണ് അതിൽ ബാങ്ക് വിളിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അത് മര്യാദകൾ, ഇവർക്ക് തിരിഞ്ഞിരിക്കുക എന്നുള്ള മര്യാദകളൊക്കെ ചിലപ്പോൾ സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ അത് ശ്രദ്ധിക്കില്ല, നോക്കില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞത് ബാങ്ക് വിളിച്ചാൽ ശരിയാവില്ല, നമ്മളാണില്ല. അപ്പോൾ അതല്ല നോക്കുന്നത്. അതിൻ്റെ ഉച്ചാരണ ശുദ്ധിയും അവതരണ ഭംഗിയും ആരോഹണ അവരോഹണ ക്രമമൊക്കെ നോക്കുന്നതാണ്.
ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പരിപാടിയിൽ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായി അവതരിപ്പിക്കാനും എല്ലാവരും വിജയിച്ചവർ തന്നെയാണ്, മറ്റുള്ളവർ ജയിക്കാനായി മാറിക്കൊടുക്കുന്നു എന്ന് മാത്രം. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും.